ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപ്പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു കാര്യം ആരംഭിച്ചിട്ട് അത് പൂർത്തിയാക്കാൻ സാധിക്കാതെ പോകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എനിക്ക് കിട്ടാതെ പോകുന്നു, എനിക്കത് അനുഭവിക്കാൻ പറ്റാതെ പോകും. ഇപ്പോൾ നമ്മൾ വീട് പണി പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പൂർത്തിയാക്കിയിട്ട് എനിക്കതിൽ ജീവിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ ഒരു ഫൈനൽ റിസൾട്ട് എനിക്ക് കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് റീതിങ്കിങ് നല്ലതാണ്. വചനം പറയുകയാണ്, സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യം. ദൈവം മോശയോടും അഹരോനോടും, നിങ്ങൾ ഇസ്രായേൽ മക്കളെ കാണുക, എന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കാതിരുന്നതുകൊണ്ട് നിങ്ങൾ ഈ സഭയെ ഞാൻ അവർ കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് പ്രവേശിക്കുകയില്ല എന്ന് അരുളി ചെയ്തു. അഹ്റോനും മോശയ്ക്കും ദൈവം വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ചെല്ലാൻ പറ്റിയില്ല. നമുക്കറിയാം, അവർ എത്തി നോക്കിയുള്ളൂ, ഒളിച്ചു നോക്കേണ്ടി വന്നു. അവർക്ക് എത്തിച്ചേരാൻ കനാൻ ദേശത്തേക്ക് പറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ റിസൾട്ട് നേടാൻ പറ്റുന്നതിന് കാരണം എന്നറിയോ, ദൈവമക്കൾ കാണുക, ഇസ്രായേൽ ജനം കാണുക, എന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കാതിരുന്നത് കൊണ്ട്, ദൈവത്തെ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് പലപ്പോഴും നമ്മുടെ ലൈഫിൽ പ്രിയമുള്ളവരെ ഫൈനൽ റിസൾട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് പരിപൂർണമായിട്ട് വിശ്വസിക്കുക, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കിത് പൂർത്തിയാക്കാൻ പറ്റും. എൻ്റെ ദൈവം എന്നെ അനുവദിച്ചാൽ ഞാൻ സക്സസ് ആവും, എനിക്ക് എല്ലാം നേടാൻ സാധിക്കും. അതുകൊണ്ട് മത്തായി 6:33 പറയുന്നു, ആദ്യം അവൻ നീതി രാജ്യം അന്വേഷിക്കും, ബാക്കിയെല്ലാം കൂടി ചേരും എന്ന് പറഞ്ഞ പോലെ കർത്താവിനെ പരിപൂർണമായി വിശ്വസിക്കുന്ന സമൂഹം, ഒരു സഭ, അതിൽ ഞാൻ ഉണ്ടായിരിക്കാൻ ഈ പ്രഭാതത്തിൽ എനിക്കും നിങ്ങൾക്കും സാധ്യമാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് ശക്തിയും കൃപയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമീൻ.